സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവർ മുന്നോട്ട് വയ്ക്കുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിലേക്ക് വരുമ്പോൾ അവിടെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ നിർണായകമായിട്ട് അവർ ഉറ്റുനോക്കുന്നു. ഇതോടൊപ്പം തന്നെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് കടലിൽ ഇറങ്ങിയുള്ള നിരാഹാര സമരത്തിലേക്ക് ഈ മുനമ്പത്തെ സമരസമിതി നീങ്ങുകയാണ്. തീർച്ചയായിട്ടും അനുപ, ഏതായാലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യമാണ് മുനമ്പത്തെ ജനങ്ങളും പറയുന്നത്. ഇപ്പോൾ വഖഫ് സംരക്ഷണ സമിതിയിൽ നിന്ന് മുജീബ് റഹ്മാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുജീബ് റഹ്മാൻ, നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് മുനമ്പത്തെ 104 ഏക്കർ വഖഫ് ഭൂമിയാണെന്നുള്ളത് സിവിൽ കോടതി അടക്കം കണ്ടെത്തിയതാണ്. അതിന് എതിരെയാണ് ഇപ്പോൾ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും സർക്കാർ ചെയ്തത്. അതിനെതിരെ നിങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് കോടതി ഇപ്പോൾ ഈ ഒരു വിധിയിലൂടെ പ്രസ്താവിക്കുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. മുനമ്പത്തെ 404 ഏക്കർ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള ഇടപെടൽ മാത്രമാണ് വഖഫ് സംരക്ഷണ സമിതി നടത്തിയിട്ടുള്ളൂ. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറവൂർ കോടതിയിൽ നിന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുമൊക്കെ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായിട്ടുള്ള വിധികൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2006, 2013 കാലഘട്ടത്തിൽ കേരളത്തിൽ ഭരിച്ചിരുന്ന VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ 2008 നിസാർ കമ്മീഷൻ എന്നുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് മുനമ്പത്തെ 404 ഏക്കർ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. 2009 കമ്മീഷൻ കൊടുത്ത ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മുനമ്പത്തെ 404 ഏക്കർ ഭൂമി അത് വഖഫ് ഭൂമി തന്നെയാണ് എന്നും വഖഫ് നിയമത്തിനനുസൃതമായ രീതിയിൽ അവിടെ കയ്യേറ്റം ചെയ്തിട്ടുള്ളവരെ ഒഴിപ്പിക്കണമെന്നുമുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഈ കഴിഞ്ഞ ഇപ്രാവശ്യം വന്ന ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ആ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ വഖഫ് ബോർഡ് ചെയർമാനും സ്ഥലം MLA ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ആ കമ്മീഷന്റെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട കോടതികളുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായും അവിടെ കരമടക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ആ വിധിയെ പിന്നീട് ഹൈക്കോടതി റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇടത് ഗവൺമെന്റ് തന്നെ ഭരിച്ച കാലഘട്ടത്തിൽ നിയോഗിച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശം ഉണ്ടായിരിക്കെ മറ്റൊരു കമ്മീഷനെ വെച്ചുകൊണ്ട് ആ കമ്മീഷന്റെയും കോടതികളുടെയും ആ നിലപാടുകളെ, കണ്ടെത്തലുകളെ അപ്രസക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് തെറ്റായിരുന്നു എന്ന് ഇന്നത്തെ കോടതി വിധിയിലൂടെ വളരെ കൃത്യമായ രീതിയിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. മുനമ്പത്തെ 404 ഏക്കർ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്കെതിരായി സമരം ചെയ്തിട്ടുള്ള ആളുകളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടണമെന്നുള്ള കൃത്യമായ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ 404 ഏക്കർ ഭൂമിയിൽ 144 ഏക്കർ ഭൂമി മാത്രമാണ് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് അവിടുത്തെ സമരസമിതി പറയുമ്പോൾ ബാക്കിയുള്ള ഭൂമിയെ കുറിച്ച് പോലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താതെ, അവിടെ ഒരു ഡിജിറ്റൽ സർവേ നടത്താതെ ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ റിസോർട്ട് മാഫിയകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഭൂമി കയ്യേറപ്പെട്ടിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സത്യസന്ധമായ ഒരു ഇടപെടലല്ല. ശ്രീ മുജീബ് റഹ്മാൻ, ഏതായാലും താങ്കൾ ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് വഖഫ് സംരക്ഷണ സമിതിയിൽ നിന്നുള്ള മുജീബ് റഹ്മാൻ പറയുന്നത്. ഏതായാലും സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയിരിക്കുന്നു കോടതി. അതിന് സാധുതയില്ലെന്ന് വ്യക്തമാക്കുകയാണ് കോടതി. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി അഞ്ജിതയും.